ബലി കൊടുക്കുന്ന ആൾക്കാരെ കഴുത്തറുത്ത് അല്ലെങ്കിൽ കൊന്നു കളഞ്ഞിട്ട് അതിനുള്ളിൽ ഹൃദയം ഒക്കെ എടുത്ത് ബാക്കിയുള്ള ബോഡി അതിന് മുകളിൽ നിന്ന് ഉരുട്ടി വിടാൻ. എന്തായാലും നമ്മുടെ 5ാമത്തെ വേൾഡ് വണ്ടർ നമ്മുടെ കൈയിന്റെ ഉള്ളിൽ വന്ന് പെട്ടില്ലേ, അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം കേട്ടോ. ഈ മുടി കൊണ്ട് ഇവര് ഓപ്പറേറ്റ് ചെയ്യണമെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ എങ്ങനെയാണെങ്കിൽ കൊല്ലാം. മെക്സിക്കോ മെക്സിക്കോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ 5ാമത്തെ വേൾഡ് വണ്ടർ കാണാനായിട്ട് മെക്സിക്കോയിൽ വന്നിരിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും. നമ്മൾ 5ാമത്തെ വേൾഡ് വണ്ടർ കാണാൻ വേണ്ടി വന്നിരിക്കുക. ഇന്ന് നമ്മൾ കാണാൻ പോണത്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ചിച്ചൻ ഇറ്റ്സ കാണാനാണ് പോണത്. ലോകത്തിലെ വൺ ഓഫ് ദി വേൾഡ് വണ്ടർ അടിക്കാനാണ് നമ്മൾ പോണത്. വണ്ടറുകളുടെ പെരുമഴ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ടീം ട്രാവലിസ്റ്റ. ഇന്ന് ടീമൊന്നുമില്ല, ഞാൻ മാത്രമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ മെക്സിക്കോയിൽ കൺകൂൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുന്നത്. ഇന്നലെ നിങ്ങൾ വീഡിയോ കണ്ട ആൾക്കാർക്കറിയാം. ഇന്നലെ വന്നു നമ്മൾ നേരെ കിടന്ന് ഉറങ്ങി, ഒരു ടീഷർട്ടും ഒരു കോസ്റ്റ്യൂമൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോണത് ഏകദേശം ഒരു 3 മണിക്കൂർ യാത്രയുണ്ട്. കൺകൂണിൽ നിന്ന് ചിച്ചൻ ഇറ്റ്സ വരെ ഒരു 3 മണിക്കൂർ യാത്രയുണ്ട്. ആ 3 മണിക്കൂർ യാത്ര നമ്മൾ ഈ ഒരു ബസ്സിലാണ് പോകുന്നത് കേട്ടോ. രാവിലെ തന്നെ നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. കിട്ടില്ല ഹോസ്റ്റലിട്ടാ. ഹോസ്റ്റല് നമുക്ക് $20 നമ്മൾ ഇന്നലെ ഹോസ്റ്റൽ എടുത്ത. നല്ല അടിപൊളി സർവീസും കാര്യങ്ങളൊക്കെയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് നേരെ ഇറങ്ങി, രാവിലെ തന്നെ ഇറങ്ങി. നമ്മളിവിടെ പൈസയൊക്കെ അടച്ച് ഫുൾ പവറായിട്ടാണ്. അപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ അടുത്ത വണ്ടർ തേടിയിട്ടുള്ള ട്രാവലിസ്റ്റയുടെ യാത്ര നമ്മളിപ്പോൾ കൺകൂണിൽ മെക്സിക്കോയിൽ വന്ന് നിൽക്കണു. മായൻസിൻ്റെ ആ മാജിക് സിറ്റി കാണാനായിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മായൻ സിറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള മായൻ സിറ്റി അടുക്കാനാണ് നമ്മൾ പോണത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാർക്ക് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഏത് വേൾഡ് വണ്ടർ കാണുമ്പോഴും ഡീറ്റെയിൽസ് പറയാറുണ്ട്. ആ ഡീറ്റെയിൽസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയതായിരിക്കും. ആദ്യം നമുക്കൊന്ന് ബസ്സിൽ കയറി എന്നാൽ അവിടെ എത്താടാ. നമുക്കൊരു 3 മണിക്കൂർ യാത്രയുണ്ട്. അടുത്ത ബസ് ഓരോ ബസ്സുകൾ ഇങ്ങനെ വന്ന് കിടക്കാട്ടാ. അപ്പോൾ നമ്മുടെ ബസ്സിൽ യാത്ര ചെയ്യാൻ ചേട്ടന്മാർ ചേച്ചിമാരിക്കുന്നത് വരിയായിട്ട് നിൽക്കാതെ പോകാനായിട്ട്. എല്ലാ ദിവസവും ഒരുപാട് ആൾക്കാർ വേൾഡ് വണ്ടർ കാണാനായിട്ട് നിങ്ങൾ വരുന്നത്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്രൈസ്റ്റ് റെഡിമർ കാണാൻ പോയപ്പോഴായാലും, ഇഗ്ഗൂസ് വാട്ടർഫോൾ കാണാൻ പോയപ്പോഴായാലും, മാച്ചു പിച്ച് കാണാൻ പോയപ്പോഴായാലും ഡെയിലി ആൾക്കാർ ലോകമെമ്പാടുള്ള ജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടാ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും വരണം. നിങ്ങൾക്ക് ഏതെങ്കിലും സ്പേസിൽ ഒരു ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ നിങ്ങളും വരണം. ഇവിടെ അത്ര വലിയൊരു എക്സ്പെൻസീവ് എന്ന് പറയാനില്ല, നോർമൽ റേറ്റുകളൊക്കെ തന്നെയുള്ളൂ. നമ്മൾ US കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ചീപ്പ് തന്നെയാട്ടാ. അപ്പോൾ വെൽക്കം ടു മെക്സിക്കോ. നമ്മൾ ടിക്കറ്റ് കൊടുത്തിട്ട് പോവാട്ടാ. കാഞ്ഞിരത്തിങ്കൽ സാൻഡോ. താങ്ക് യു. നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയിട്ടുള്ള ബാൻഡ് ഉണ്ട് കേട്ടോ. അത് നല്ല അടിപൊളി ഹോസ്റ്റലാട്ടോ. നിങ്ങൾ മെക്സിക്കോയിൽ വരാണെങ്കിൽ ബാക്ക് പാക്കറൊക്കെ ആയിട്ട് വരാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്ന $21 കേട്ടോ ഒരു ദിവസം താമസിക്കാനായിട്ട്. നല്ല റൂം, നല്ല ഫെസിലിറ്റീസൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കൺകൂണിൽ നിന്ന് ചിച്ചൻ ഇറ്റ്സ പോകാനായിട്ട് പല രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. അതിൽ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ആണ് ചെയ്യണത്. നമ്മൾ കറക്റ്റ് കണ്ടന്റ് മാത്രം കാണിച്ചിട്ടുള്ള വീഡിയോ അല്ല. നിങ്ങളൊരാൾ വരുമ്പോഴും തെറ്റാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം എൻ്റെ രീതിയിലിട്ടാ. അപ്പോൾ നമ്മൾ കൺകൂണിൽ വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയാലും ഈ പറഞ്ഞ പോലെ പല ടൂർ പാക്കേജുകൾ എടുക്കാൻ പറ്റും. ഹോട്ടലിൽ പോയാലും ബസ് സ്റ്റാൻഡിൽ പോയാലും ഒരുപാട് സ്ഥലങ്ങളിൽ പാക്കേജുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോട്ടലിലാണ് നിങ്ങൾ താമസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർ അറേഞ്ച് ചെയ്ത് തരും. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് $70. $70 എന്ന് പറയുമ്പോൾ ഏകദേശം നാട്ടിലത്തെ ഒരു 6000 രൂപ റേറ്റിലാണ് നമ്മൾ ഇപ്പോൾ ഈ പാക്കേജ് എടുത്തിരിക്കുന്നത്. ഈ പാക്കേജിൽ ബസ് സർവീസ് ഏകദേശം 3 മണിക്കൂർ യാത്രയുണ്ട്. ചിച്ചൻ ബസ് സർവീസ്, ഫുഡ്, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എല്ലാം അടക്കം, എൻട്രി എല്ലാം അടക്കമാണ് $70 വന്നിരിക്കുന്നത്. വിത്തൗട്ട് ഡ്രിങ്ക്സ് ഇട്ടാ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഒന്നുകൂടും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം അവിടുത്തെ പറ്റിക്കാതെ നോക്കിയാൽ മതി. $70, $60, $70, $80 അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ചിലർ 100, 200 പറയും. നിങ്ങളത് എടുക്കരുത്. $60 $50 ഉണ്ട്. പക്ഷേ ഞാൻ എന്താ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹോട്ടലിൻ്റെ മുമ്പിൽ തന്നെ ഇവരുടെ വണ്ടി വന്ന് തന്നെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് $70 സംബന്ധിച്ച് ഈ ഒരു ട്രിപ്പിന് ഇറങ്ങിയിരിക്കുന്നത്. രാവിലെ തന്നെ വണ്ടിയിൽ 3-4 വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത്. ആദ്യം ഒരു ചെറിയ വാനിൽ കയറി, ഹോസ്റ്റലിൽ നിന്ന് ഒരു വാനിൽ കയറി, പിന്നെ ഒരു ബസ്സിൽ കയറ്റി, പിന്നെ ഇപ്പോൾ ഇവിടെ മെയിൻ സ്റ്റേഷനിൽ നമ്മൾ എത്തിച്ചുവിടാം. അപ്പോൾ നിങ്ങൾ വരുമ്പോഴായാലും കൺകൂൺ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കൺകൂൺ ഒരു ബീച്ച് സ്റ്റേഷനാണ്, ബീച്ച് ഡെസ്റ്റിനേഷനാണ്. അമേരിക്കൻസിൻ്റെയും അല്ലെങ്കിൽ ഈ നോർത്ത് സൈഡിലുള്ള ആൾക്കാരൊക്കെ ബീച്ച് ഡെസ്റ്റിനേഷനായിട്ട് വരുന്നത്, ചീപ്പായിട്ടുള്ള ഒരു ബീച്ച് ഡെസ്റ്റിനേഷൻ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ബീച്ച് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇവിടെ നിന്ന് വേണം നമുക്ക് നമ്മുടെ മായൻ സിറ്റിയിലേക്ക് പോകാനായിട്ട്. ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. വാട്ട്സ് യുവർ നെയിം? സമന്ത. നമ്മൾ യാത്ര തുടങ്ങിയത് മുതൽ, അല്ലെങ്കിൽ നമ്മൾ കൺകൂൺ സിറ്റിയിൽ നിന്ന് യാത്ര തുടങ്ങിയത് മുതൽ കണ്ടിന്യൂസ്ലി വലിയ 5 സ്റ്റാർ ലെവലിലുള്ള സാധനങ്ങളാണ്. ഈ അമേരിക്കൻസ് എല്ലാവരും വെക്കേഷന് അല്ലെങ്കിൽ കല്യാണങ്ങൾക്ക് അങ്ങനെ ഒരുപാട് പരിപാടികൾ നടത്തുന്ന സ്ഥലം കൂടിയാണ് കൺകൂൺ എന്ന് പറയുന്നത്. ചീപ്പസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാട്ടാ അമേരിക്കൻസിന്. ഒരു രക്ഷിട്ടാ എന്തോരം റിസോർട്ടുകളാന്ന് പറഞ്ഞാൽ 5 സ്റ്റാർ 7 സ്റ്റാർ എല്ലാ സ്റ്റാറും ഉണ്ട് കേട്ടോ.
എല്ലാം കൂടി ഉൾപ്പെട്ട റിസോർട്ടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ റിസോർട്ടുകളാട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കാണാനായിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനോൺസ് കാണിക്കാനായിട്ടാണ്. ഒരു കുളിസീൻ കണ്ടിട്ട് അവിടെ നമ്മുടെ തുടക്കം വിചാരിക്കട്ടെ സിനോട്ട് കാണാനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. ഈ സിനോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഈ മായൻസൊക്കെ ഈ ലൈം സ്റ്റോൺ ഉണ്ടല്ലോ, നമ്മുടെ ലൈം സ്റ്റോൺ നമ്മൾ ഇങ്കകളിലൊക്കെ നമ്മൾ പോയപ്പോൾ ലൈം സ്റ്റോണിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈം സ്റ്റോൺ ഗുഹകളിലുള്ള വെള്ളം കെട്ടി നിന്ന് അല്ലെങ്കിൽ അതൊരു കുളമായിട്ട് മാറുന്നൊരു പ്രതിഭാസമാണ്. അപ്പോൾ അവിടെ നമുക്ക് പണ്ട് കാലത്ത് മായൻസൊക്കെ കുടിക്കാനും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം ഇങ്ങനെ ലൈം സ്റ്റോണിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഗുഹകളുടെ സൈഡിൽ നിന്ന് കിട്ടുന്ന വെള്ളമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിനോട്ടിൽ നമ്മളൊന്ന് കുളിക്കാൻ പോവാം. നമ്മളിവിടെ കുളങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഉള്ളൊരു പരിപാടികളൊക്കെ ഇന്നോട് കണ്ടുകൊണ്ട് കാണുന്നത് നമുക്ക്. അപ്പോൾ നമുക്ക് സിനോട്ടിൽ തന്നെ തുടങ്ങാം. ശരിക്കും പറഞ്ഞാൽ ഈ യാത്രയുടെ ആദ്യത്തെ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കേൾക്കാറുണ്ട് മായൻസ് എന്തുട്ടി മായൻസ്. മെക്സിക്കൻ സൈഡിൽ അല്ലെങ്കിൽ സെൻട്രൽ അമേരിക്കൻ രാജ്യങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ മായൻസിനെ പറ്റി പറയാറുണ്ട്. അപ്പോൾ മായൻസിനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ ചിച്ചിനിൻസിനെ ഒക്കെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചേർത്ത് നിർത്തിയാൽ മാത്രമേ നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഈ പറഞ്ഞ മായൻസിനെയും അല്ലെങ്കിൽ ചിച്ചിനിൻസിനെയൊക്കെ പറ്റിയിട്ട്. അപ്പോൾ നമുക്ക് മായൻസിൻ്റെ ചെറിയ ചരിത്രത്തിലേക്ക് സ്വല്പം ബാക്കിലേക്ക് പോകാം. സിനോട്ടുകളെ പറ്റിയിട്ടും അല്ലെങ്കിൽ ചിച്ചിനിൻസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് മായൻസ് എന്തുട്ടാന്ന് അറിയണ്ടത്. നമ്മൾ മായൻ സംസ്കാരം മായൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട്, അതിൽ കുറേ ശ്രദ്ധിച്ചിട്ടുണ്ട്, കുറേ ശ്രദ്ധിക്കാണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് ചെറിയ ഐഡിയയും കൂടെ നമുക്ക് അറിയുന്ന ആൾക്കാരാണ്. നമ്മൾ പറയുന്നതൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യണം എന്തായാലും. അന്നേരം ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സാൻഡപ്പം വെർഷനിലൊരു മായൻസ് ഹിസ്റ്ററിയുടെ ഒരു ചെറിയ ഭാഗങ്ങളായിട്ട് പറഞ്ഞു പോകാം. എല്ലാം ഒരുമിച്ച് പറയാൻ നമുക്ക് സമയമില്ല. അപ്പോൾ നമ്മൾ മായൻസ് അല്ലെങ്കിൽ മായൻ സംസ്കാരം സ്റ്റാർട്ട് ചെയ്യുന്നത് BC 2000 ശരിക്കും മായൻസിൻ്റെ സ്റ്റാർട്ടിങ്, മായൻ സംസ്കാരത്തിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ. അത് എത്ര നാൾ നീണ്ടുന്നു വെച്ച് കഴിഞ്ഞാൽ 1600 അവസാനം അല്ലെങ്കിൽ 1600-കളിലാണ് അതിൻ്റെ അവസാന ഘട്ടം അവസാനിച്ച് അല്ലെങ്കിൽ മായൻ സംസ്കാരം തുടച്ചു നീക്കപ്പെട്ടു എന്ന് പറയുന്നത്. നമ്മുടെ സ്പാനിഷ് അധിനിവേശം, നമ്മൾ ഇങ്കകളുടെ അടുത്ത് പോയപ്പോഴും എന്താ പറയുക, ഇങ്ക സംസ്കാരത്തിനെ നശിപ്പിച്ചത് സ്പാനിഷുകാരെന്ന് പറഞ്ഞ പോലെ ഈ ഒരു സംസ്കാരത്തിനെയും നശിപ്പിച്ച് ലാസ്റ്റ് നശിപ്പിക്കില്ല വന്നിട്ടുള്ളത് സ്പാനിഷ് അധിനിവേശത്തോടു കൂടിയാണ്. ഈ മായൻസിനെ പറ്റിയിട്ട് ശരിക്കും ഇപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. മായൻസിൻ്റെ നമ്മൾ ജൂയിഷ് പീപ്പിളൊക്കെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ജൂയിഷ് പീപ്പിൾ ലോകത്തിലെ ഏറ്റവും ബുദ്ധി കൂടിയ മനുഷ്യരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലത്തെ ഒരു വർഗ്ഗം കൂടിയാണ് ശരിക്കും ഈ മായൻസ് എന്ന് പറയുന്നത്. ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, ഒരുപാട് കാര്യങ്ങൾ ഇൻ്റലിജൻസ് ഉള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വർഗ്ഗമാണ് ശരിക്കും പറഞ്ഞാൽ മായൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ മായൻസ് ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും മായൻ സംസ്കാരം നിലനിന്ന് പോകണില്ല, മായൻ സംസ്കാരം തുടച്ച് നീക്കപ്പെട്ടു എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ അവർക്ക് ആസ്ട്രോണമി ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആർക്കിടെക്ചറായിട്ടുള്ള കഴിവുകളുണ്ട്. സയൻസിന് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യണം. അവർക്ക് അവരുടെ ദൈവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനാണ്, സൂര്യഭഗവാൻ എന്നൊക്കെ പറയില്ലേ. സൂര്യഭഗവാന്റെ ബേസിലുള്ള അല്ലെങ്കിൽ നാച്ചുറൽ സംബന്ധമായിട്ടുള്ള ദൈവങ്ങളൊക്കെയാണ് അവർ ആരാധിക്കുന്നതും. വലിയ വലിയ മരങ്ങൾ, ചെടികൾ അല്ലെങ്കിൽ നേച്ചറായിട്ട് ബന്ധപ്പെട്ട സംഭവത്തിലേക്കാണ് അവർ ദൈവമായിട്ട് ആരാധിക്കുന്നത്. അങ്ങനെ ഈ മായൻ സംസ്കാരം എന്ന് പറയുന്നത് ഈ കാലഘട്ടങ്ങളിൽ മായൻസ് എന്ന് പറയുന്നത് ഒരുപാട് ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കണക്ക് കൂട്ടുള്ള ആൾക്കാർ, ഭയങ്കര സയൻറ്റിഫിക് ആയിട്ട് കണക്ക് കൂട്ടുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവർ പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി ഉണ്ടതല്ല പറന്നതെന്നൊക്കെ പറഞ്ഞ മായൻസ് തന്നെയാണ്. പക്ഷേ അപ്പോൾ എന്നാലും മായൻസ് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത് എടുത്ത് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാസ്തു ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ആർക്കിടെക്ചർ ആയിട്ടുള്ള സംഭവങ്ങൾ, ഇവരുടെ കൺസ്ട്രക്ഷൻ, ഇവരുടെ സംഭവങ്ങളൊക്കെ ഇവരുടേതായ ഒതൻറ്റിക് ആയിട്ടുള്ള കുത്തുപണികളും സംഭവങ്ങളും, ഒപ്പം തന്നെ ആസ്ട്രോണമി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും ഇവർ ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു. ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സംസ്കാരം ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഇവർ ത്രൂ ഉണ്ടായിരുന്നു ഇപ്പോഴും വിശ്വസിക്കണം. അല്ലെങ്കിൽ ഇവരുടെ കണ്ടുപിടുത്തങ്ങളെ പറ്റി സെർച്ച് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. BC 2000 ആൾക്കാർ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ BC 2000 സമയത്തൊക്കെയുള്ള ബുദ്ധിപരമായ നീക്കങ്ങളെ പറ്റി ഇപ്പോഴും ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മായൻസ് കൾച്ചറിനെ പറ്റിയിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായ സമയത്താണ് നമ്മുടെ ചിച്ചിൻ ഇറ്റ്സ പോലെയുള്ള അത്ഭുതങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പിരമിഡ് ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ അവരുടെ ഒരു അമ്പലം എന്ന് പറയാൻ വേണമെങ്കിൽ ഈ മായൻസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലി കൊടുക്കാന്ന് പറഞ്ഞ സംഭവത്തിന് അവർ മനുഷ്യന്മാരെയാണ് അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ഉള്ളിലാണ് അവർ ബലി കൊടുക്കേണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മനുഷ്യന്മാരെ കൊല്ലണമല്ലോ അല്ലെങ്കിൽ നരഹത്യ ചെയ്യണമല്ലോ ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ബോൾ ഗെയിം ഒക്കെ കളിച്ച് തോൽക്കുന്ന ആളെ ബലി കൊടുക്കാന്ന് പറയില്ല, ബലി കൊടുക്കണം, നമ്മുടെ സൂര്യഭഗവാന് ബലി കൊടുക്കാന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങോട്ട് ഇടയ്ക്ക് എങ്ങനെയാണെങ്കിൽ കൊല്ലാം, അല്ലെങ്കിൽ അതൊരു തെറ്റല്ല. സൂര്യഭഗവാന് നമ്മൾ ബലി കൊടുക്കാന്നൊക്കെ പറഞ്ഞ പോലെ ഉള്ളൊരു കൾച്ചർ നമ്മളിപ്പോൾ ഈ പഴയ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആൾക്കാരെ ബലി കൊടുത്ത് കണ്ടിട്ടുണ്ടാവും, ബലി കൊടുത്ത് അല്ലെങ്കിൽ കഴുത്തറച്ച് അല്ലെങ്കിൽ ഹൃദയം എടുത്ത് പുറത്തേക്ക് എടുത്തെന്നൊക്കെ പറയില്ലേ. അതുപോലെ ഇവരും ഈ
പറഞ്ഞ പോലെ നമ്മൾ ചിച്ചിൻ ഹിൽസ് നമ്മൾ കാണാൻ പോകുന്ന ആ പിരമിഡ് പോലത്തെ സാധനത്തിൻ്റെ മേലെ നിന്നാണ് അവിടെ ഒരു ദൈവം, ഒരു ഭഗവാനുണ്ട്. ആ ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പാമ്പ് പോലെ ഇരിക്കും, പാമ്പിൻ്റെ മുകളിൽ തൂവലൊക്കെ വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ഭഗവാൻ ഉണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അത് സൂര്യനിൽ നിന്ന് നമുക്ക് എനർജി കിട്ടുന്നത്. ഇവർ സൂര്യനും അല്ലെങ്കിൽ എന്താ പറയുക എനർജിയിൽ ഒരുപാട് വിശ്വസിക്കുന്നത്. നമുക്ക് എങ്ങനെ എനർജി കിട്ടും, നമ്മൾ എന്ത് ചെയ്താലും നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാന്ന് പറഞ്ഞ പോലെ അത് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. അങ്ങനെ ഈ എനർജികൾ വിശ്വസിക്കുന്ന ആൾക്കാരായിരുന്നു മായൻസ്. അപ്പോൾ സൂര്യനിൽ നിന്ന് എങ്ങനെ എനർജി കിട്ടുന്ന പറയുമ്പോൾ ഒരു വേവ് ലെങ്ത് ആയിട്ട് അല്ലെങ്കിൽ വേവ് ആയിട്ടാണ് നമുക്ക് എനർജി വരണേ എന്നുള്ള പ്രതിഭാസം. ഒരു പാമ്പിൻ്റെ ഷേപ്പിൽ മുകളിൽ തൂവലൊക്കെ ഇട്ടിട്ട് അല്ല പറക്കണ പോലെ ഒരു തൂവലൊക്കെ വെച്ചിട്ടുള്ള ഒരു പാമ്പാണ് ആ ചിച്ചിൻ ഹിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാൻ പോണ ആ പിരമിഡിൻ്റെ മുകളിൽ ഇരിക്കുന്നത് ഒരു ഭഗവാൻ, അവരുടെ ഭഗവാൻ, അവർ ആരാധിക്കുന്ന ഭഗവാൻ. ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ബലി കൊടുക്കുന്ന ആൾക്കാരെ കൊന്ന്, നമ്മൾ ഇംഗ്ലീഷ് സിനിമയിൽ നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് സിനിമയിൽ കണ്ട പോലെ ബലി കൊടുക്കുന്ന ആൾക്കാരെ കഴുത്തറുത്ത് അല്ലെങ്കിൽ കൊന്ന് കളഞ്ഞിട്ട് അതിനുള്ള ഹൃദയം ഒക്കെ എടുത്ത് ബാക്കിയുള്ള ബോഡി അതിൻ്റെ മുകളിൽ നിന്ന് ഉരുട്ടി വിടുക. അതിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ അന്നത്തെ രാജാക്കന്മാർ അല്ലെങ്കിൽ മായൻ്റെ മെയിൻ ഡാക്കളൊക്കെ മുകളിൽ നിന്ന് ബോഡി നിലത്തേക്ക് ഇടുക. അപ്പോൾ അത് ആസ്വദിക്കുക. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരുപാട് ആചാരങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും ഒരുപാട് മിസ്റ്ററി നിറഞ്ഞിട്ടുള്ള ഒരു ജനവിഭാഗം കൂടിയായിരുന്നു മായൻസ്. അപ്പോൾ മായൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ അവർ ഈ പറഞ്ഞ പോലെ തലച്ചോറ് തലയൊക്കെ നമ്മൾ വിങ്കുകളെ പറ്റി പറഞ്ഞില്ല, അവർ ഓപ്പറേഷൻ ചെയ്യാൻ ഭയങ്കര വിദഗ്ധരായിരുന്നു, ബുദ്ധിപരമായിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞ പോലെ അവർ ഓപ്പറേറ്റ് ചെയ്യാനും എല്ലാത്തിനും ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള ആൾക്കാരായിരുന്നു. ഓപ്പറേറ്റ് ചെയ്ത് നമ്മുടെ മുടിയില്ല, നമ്മുടെ പെണ്ണുങ്ങളുടെ മുടി 3-4 ആയിട്ട് ആക്കി അതുമ്മ സൂചി കൊണ്ട് കുത്തിയ മുടി കൊണ്ടാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യണമെന്നാണ് ഇവർ പറയണത്. പിന്നെ മെയിൻ പ്രത്യേകത, എനിക്ക് മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവം എന്നിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജനിക്കുന്ന കുട്ടികളുണ്ടല്ലോ, നമ്മുടെ അമ്മാമ്മ അല്ലെങ്കിൽ പ്രസവം നോക്കാൻ വേണ്ട ചേച്ചിമാർ തല ഉരുട്ടി വിടും അല്ലെങ്കിൽ ബോഡിയൊക്കെ ഒന്ന് ഒഴിഞ്ഞെടുക്കുക എന്നൊക്കെ പറയില്ല. നമ്മൾ ജനിക്കുന്ന കുട്ടികളെ ഷേപ്പാക്കി എടുക്കാനായിട്ട് നമ്മൾ പ്രസവത്തിൽ നമ്മുടെ തല അമങ്ങിയൊക്കെ ഇരിക്കില്ല പിള്ളേരെ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മായൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മായൻസിൻ്റെ നെറ്റ് എപ്പോഴും, നെറ്റിക്ക് ഒരു വാരം പ്രാധാന്യം, നെറ്റ് എപ്പോഴും പരന്നിട്ടാണ് ഇവിടെ പരന്നിട്ടാണ് ഇരിക്കുക. ആ പറക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആളുകൾ, ഇവിടുത്തെ വയസ്സായ അല്ലെങ്കിൽ അമ്മമാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റ് വയ്ക്കും. ചിന്തിക്കാൻ പറ്റുമോ? നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയ സംഭവമാണ് അത്. നമ്മുടെ നെറ്റിമ കിടാങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നെറ്റിമ പ്ലേറ്റ് വെച്ചിട്ട് ഒരു കയറ് അല്ലെങ്കിൽ ഒരു റിബൺ പോലെ സാധനം എടുത്ത് ടൈറ്റ് ചെയ്തറ. ആ ടൈറ്റ് ചെയ്യുമ്പോൾ നെറ്റി നേരെ ഇങ്ങനെ അമങ്ങി വരും. ഇങ്ങനെ അമങ്ങി വരുമ്പോൾ ഇവിടെ നമ്മുടെ ബാക്കിലാണ് നമ്മുടെ മെയിൻ ബ്രെയിൻ ഭാഗമൊക്കെ ഇരിക്കുന്നതിൻ്റെ ഉള്ളത്. അപ്പോൾ അതിന് വികസനം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കണം. എന്തൊരു സിസ്റ്റം അങ്ങനെ പറഞ്ഞു വരും. ഇങ്ങനെയുള്ള ഒരുപാട് ആചാരങ്ങൾ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് മായൻസിന്. അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ ചെറിയ ഹിസ്റ്ററി, നമ്മുടെ സാൻഡപ്പം വെർഷൻ ഹിസ്റ്ററി, നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഹിസ്റ്ററി സംഭവങ്ങളൊക്കെ അറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും അടിയിൽ കമൻറ്റ് ചെയ്തോളാം. തെറ്റുകൾ ഞാൻ പറഞ്ഞ തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക, അതിന് തിരുത്തിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് സിനോട്ട് കാണാൻ വേണ്ടി വന്നിരിക്കുക. സിനോട്ട് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ രൂപരാക്കാം, നമ്മൾ ഒരു കുളം എന്നൊക്കെ നമുക്ക് ഒറ്റ വാക്കിൽ കാണുമ്പോൾ ഒരു കുളം എന്നൊക്കെ തോന്നും. പക്ഷേ ഈ സിനോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈം സ്റ്റോൺ ആയിട്ടുള്ള പാറകളുണ്ടല്ലോ, ഈ ലൈം സ്റ്റോൺ പാറകളിൽ പ്രതിഭാസങ്ങളിലൂടെ ഉണ്ടാവണ ഹോളുകൾ, ലൈം സ്റ്റോൺ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ലൈം സ്റ്റോൺ കാണുന്ന രാജ്യം കൊണ്ട് മെക്സിക്കോ. അങ്ങനെയുള്ള പ്രതിഭാസത്തിൽ കുഴി, ഈ ലൈം സ്റ്റോണിൻ്റെ ഒരു എൻഡ് നമ്മൾ കിണർ പോലെ അല്ലെങ്കിൽ കുളം പോലെ ചെറിയ കുഴി പോലെ വരും. അതിൻ്റെ അടിഭാഗത്ത് ഗുഹകളാണ്, ലൈം സ്റ്റോൺ ഗുഹകളാണ് ശരിക്കും ഇതിനെ അറിയപ്പെടുന്നത്. ഉള്ളിൽ കൂടെ ഭൂമിക്ക് അടിയിൽ ഈ ഗുഹകൾ കണക്ട് ചെയ്യപ്പെടുന്നതാണ് പറയുന്നത്. 40-50 മീറ്റർ ഒക്കെ ഈ ലൈം സ്റ്റോണിന് ആഴമുണ്ടെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ലൈം സ്റ്റോൺ വേറെ കണക്റ്റഡ് ആയിരുന്നു. നമ്മൾ കിണറിലേക്ക് നോക്കുമ്പോൾ വേറെ സ്ഥലത്ത് 100 രൂപ വരില്ല, 100 രൂപ വരുന്ന പോലെ ഈ ലൈം സ്റ്റോൺ അല്ലെങ്കിൽ ഈ കുളമൊക്കെ അങ്ങോട്ട് ഇങ്ങനെ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ കുളം കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലൈം സ്റ്റോണിൻ്റെ കുളങ്ങൾ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ, മെക്സിക്കോൻ്റെ ആ സ്ഥലത്ത് ഈ സ്ഥലത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിന് ഇവർ സിനോട്ട് എന്ന് പറയുന്നത് ലൈം സ്റ്റോണുകളിൽ ഉണ്ടാവുന്ന പ്രതിഭാസങ്ങൾ ഉണ്ടാവുന്ന കുളങ്ങൾ അടിഭാഗമായിട്ട് കണക്റ്റാണ്, ഭൂമിക്ക് അടിയിൽ കണക്റ്റാണ്. സെയിം ലേക്ക് കിണറിൻ്റെ പരിപാടി തന്നെ, അത് ഇത്തിരി വലുപ്പത്തിൽ സംഭവത്തിലൊക്കെ ഉണ്ടെന്ന് മാത്രം. അപ്പോൾ ഈ സിനോട്ടിലൊക്കെ നമുക്ക് കുളിക്കാം. എല്ലാവരും കുളിക്കുന്നില്ല, കുറേ പേര് കുളിക്കുന്നുണ്ട്, കുറേ പേര് കുളിക്കുന്നില്ല. അപ്പോൾ ഈ സിനോട്ടുകളിലാണ് മായൻസ് പണ്ട് കാലത്ത് വെള്ളം ശേഖരിക്കുന്നതും അവരുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഈ സിനോട്ടിൽ നിന്ന് ശേഖരിക്കുന്ന വെള്ളം കൊണ്ടാണ്. അപ്പോൾ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ സിനോട്ട് കണ്ടുകൊണ്ടാവട്ടെ നമ്മുടെ മായൻ സംസ്കാരത്തിൻ്റെ പുതിയ കാഴ്ചകൾ. അപ്പോൾ സിനോട്ടിലേക്ക് നമ്മളിങ്ങനെ എൻ്റർ ചെയ്ത് പോകട്ടെ. നമുക്ക് കണ്ട അപ്പോൾ ഇങ്ങനെ ഗുഹകളുണ്ട്, ലൈം സ്റ്റോണിൻ്റെ ഗുഹകളാണ് നമ്മളിവിടെ കാണട്ടെ. കണ്ട ഇതൊക്കെ ലൈം സ്റ്റോണിൻ്റെ ഭാഗമാണ്, ഈ കാണുന്നത് ഇതൊക്കെ ലൈം സ്റ്റോണിൻ്റെ ഭാഗം കേട്ടോ. നമ്മളിങ്ങനെ പോകുമ്പോൾ നോക്കിയാൽ വേറെ വെള്ളം കേട്ടോ ശരിക്കും അവിടെ. അപ്പോൾ നമ്മുടെ ബസ്സിലത്തെ ആൾക്കാർ തന്നെ ഒരു റൗണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് പതുക്കെ അടിയിലേക്ക് പോയി അടിയിലത്തെ എക്സ്പീരിയൻസ് കേട്ടോ. ഇതൊക്കെ സിനോട്ടുകൾ എന്ന് പറയുമ്പോൾ അത്രയ്ക്കും താഴ്ന്ന പ്രദേശത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം, മഴക്കാലത്തൊക്കെ ഇവിടെ വെള്ളം ഫുള്ളായി നിൽക്കുന്നുണ്ടാവും ഇവിടെ ചിലപ്പോൾ. ഇതുകൊണ്ടാ വയസ്സായ അമ്മമ്മ ഇരിക്കണോക്കിയാൽ കിടക്കണോക്കിയാൽ അല്ല, അമ്മാമ്മയൊക്കെ വരല്ലേ വല്ലിട്ടാ. ഇത് നിങ്ങൾ വരുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് ലൈഫ് ജാക്കറ്റ് വാടകയ്ക്ക് എടുക്കാൻ ലോക്കറൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ $5 കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പേയ്മെൻറ്റ് കൊടുത്തു. അതിന് ഞാനിപ്പോൾ തൽക്കാലം ഇടുന്നതെന്ന് അല്ലെങ്കിൽ ഇറങ്ങുന്നതെന്ന് മാത്രം $5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ജാക്കറ്റും ഒപ്പം തന്നെ ലോക്കറും കിട്ടും നമ്മുടെ എക്യുപ്മെൻറ്റ്സ് വയ്ക്കാനായിട്ട്. അതൊക്കെ നമ്മുടെ ബസ്സിൽ വന്ന ചേട്ടന്മാരാട്ടാ. അപ്പം നമ്മൾ വിട്ടു കൊടുക്കണ്ടെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ, നമുക്കും ചാടാം. അപ്പോൾ നമ്മുടെ ചേട്ടൻ ന്യൂസിലാൻഡ് ചേട്ടൻ, വാട്ട്സ് യുവർ നെയിം?
ന്യൂസിലാൻഡ് ചേട്ടൻ നമ്മുടെ ബാഗ് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പതുക്കെ കയ്യമ്മ കെട്ടിയിട്ട് പതുക്കെ ഇറങ്ങാണ്ടാ. എന്തായാലും ഇത് കാണുമ്പോൾ ഇറങ്ങാതിരിക്കാൻ തോന്നിട്ട് ലൈഫിലില്ലാത്ത സംഭവമല്ലേ ഇല്ല. അപ്പോൾ നമ്മളും പതുക്കെ അവിടെ നിൽക്കണോ. അധികം അങ്ങോട്ട് പോയിട്ട് നമ്മൾ പേടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് വേണമെങ്കിൽ പോയി നോക്കിയാലോ വെറുതെ അല്ലേ. നൈസ് പെറു, വെരി നൈസ്. ഒരു പെറുവിലത്തെ 2 പേരെ കാലുമ മീൻ കുത്തിണ്ടാ. പെറുവിലത്തെ 2 പേരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. യുവർ നെയിം? പ്രിൻസോ. നോമറെ കരളേൻ. കരളേൻ നമ്മുടെ കൂടെ ഒരു പേരിൽ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരാള്. അമ്മ അതിൻ്റെ ഒരു സുഖം വേറെ കേട്ടോ മക്കളെ. ലൈഫ് ടൈമിൽ എന്തായാലും അനുഭവിക്കേണ്ട ഒരു സംഭവം കേട്ടോ. ആഹാ, അങ്ങനെ നമ്മളിങ്ങനെ പാടി ഉല്ലസിച്ച് വേറെ ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് പോകാട്ടോ. കണ്ടാ ഈ കാണുന്ന ലൈം സ്റ്റോണാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. ലൈം സ്റ്റോണുകൾ നമ്മൾ കാണണം കേട്ടോ. ഈ ലൈം സ്റ്റോണിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ തേരട്ടകളൊക്കെ ഉണ്ടെന്ന് അവർ നോക്കാൻ പറഞ്ഞു. തേരട്ടകളും കുഞ്ഞു ഇൻസെക്ട്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് അറിയാൻ വേണ്ടി അങ്ങോട്ട് പോകണില്ല. എന്തായാലും നിങ്ങളുടെ മുമ്പിലേക്ക് ട്രാവലിസ്റ്റ് എന്നും മാസ്മരിക ലോകങ്ങൾ കാണിച്ച് തീർത്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഇതും ഒരു ലോകം കേട്ടോ. മാസ്മരിക ലോകമാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ മരിക്കാറുണ്ട്. എത്ര എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 2018 ടോവിനോ മരിക്കില്ലേ, കാലിൻ്റെ ഇടയിൽ ഈ പാറയുടെ ഇടയിൽ കാലും ഇതാക്കിയിട്ട്. അപ്പോൾ ചിലവറ്റങ്ങൾ അതിന് മുകളിൽ നിന്ന് ആ സൈഡിൽ നിന്നൊക്കെ ഓടിച്ചാടും, മുകളിൽ നിന്ന് എടുത്ത് ചാടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലടിയിൽ പോയി ലോക്കാവും. അങ്ങനെ കുറേ പേര് മരിച്ചു പോകുന്നതാണ് പറയണം. അപ്പോൾ അത് കാരണം ചാടൽ പരമാവധി കുറച്ചോളാൻ നമ്മുടെ ഗൈഡ് ചേട്ടൻ പറഞ്ഞുട്ടാ. പിന്നെ നമ്മൾ അങ്ങനത്തെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്ത കാരണം നമുക്കും വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഫുൾ പവർ കേട്ടോ. മെക്സിക്കോ മെക്സിക്കോ. നമ്മുടെ ഹോട്ടലിൻ്റെ സാധനങ്ങളൊക്കെ നമ്മുടെ കൈമേൻ കേട്ടോ. എന്തായാലും നമ്മുടെ ലൈം സ്റ്റോൺ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ലൈം സ്റ്റോൺ കാണുന്നത് മെക്സിക്കോയിലാണ്ടാ. ഈ ലൈം സ്റ്റോണിൽ ഇങ്ങനെ ഈ കുഴി കണ്ട ഇങ്ങനെ കണ്ട, ഈ കുഴി കണ്ട, അത് ഇതിൻ്റെ ഒരു വലിയ കുഴിയിലാണ് നമ്മൾ കുളിക്കുന്നത് മാത്രം. അതാണ് അതിൻ്റെ മീനിങ് കേട്ടോ. അത് കണ്ട ഭൂമിക്ക് അടിയിലൂടെയുള്ള കുഴികളാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ആ കുഴിയുണ്ട്, അങ്ങനെ കുഴികളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ കണക്റ്റഡാണ്, എല്ലാ ഭൂമിയുടെ അടിഭാഗത്ത് കൂടെ കണക്റ്റഡാണ്. മായൻസിൻ്റെ വേറൊരു യാത്രാ മധ്യമാണെങ്കിൽ മായൻസ് ഉപയോഗിക്കുന്ന വേറൊരു തന്ത്രം കൂടിയാണെന്നാണ് ഈ പറഞ്ഞത് കേട്ടോ. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എനിക്കറിയില്ല. ഇങ്ങനത്തെ ഒരു കുഴിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കണമെന്ന് മാത്രം എനിക്കറിയാം. അങ്ങനത്തെ ഒരു കുഴിയാണ് ഇപ്പോൾ നമ്മളൊന്ന് മുകളിൽ നോക്കുമ്പോൾ അത്രയ്ക്ക് വലുപ്പത്തിലൊരു കുഴിയിലാണ് നമ്മൾ നിൽക്കണം കേട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെ എന്ത് പ്രതിഭാസത്തിലാണ് ഈ കുഴി ഉണ്ടാവണത്, അല്ലെങ്കിൽ എന്ത് പ്രതിഭാസത്തിലാണ് ഇങ്ങനെ ഉണ്ടാവണമെന്ന് നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്തോടാ. മീൻ നമ്മളെ കാലുമോ ഒന്ന് കടിക്കുന്നുണ്ടാ, നല്ല അന്തസ്സായിട്ട് കടിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണാതൊക്കെ ലൈം സ്റ്റോൺ കേട്ടോ. നമ്മളിങ്ങനെ കാണാതൊക്കെ ലൈം സ്റ്റോണാണ്. വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയി ഇപ്പോൾ മീൻ അങ്ങോട്ട് പോയിട്ടാണ്. ഞാൻ മീനെ കാണിച്ചിട്ട് ക്യാമറ താഴത്തേക്ക് മുക്കുക. വളരെ നൈസായിട്ട് ഇരിക്കുകയാണ്, നല്ല രസമായിട്ട്. അവിടെ ഒന്ന് ഇരുന്നാൽ മതി. ഇരുന്ന കാശ് മുതലായി എന്ന് പറയില്ലേ. എനിക്ക് അങ്ങനെ വലിയ റേറ്റ് ഒന്നും പറയാനൊന്നുമില്ല. നിങ്ങൾക്ക് നല്ലൊരു ഡെസ്റ്റിനേഷൻ ആകാം. അതിൻ്റെ ഇടയിൽ ഒരു വേൾഡ് വണ്ടർ കൊണ്ട് കാണാനുണ്ടാവും, അടിപൊളിയാണ്. നിങ്ങൾ അമേരിക്കയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ കാനഡയിലെ ആൾക്കാരൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് വരാട്ടോ. മാച്ച് പിച്ചിലേക്ക് ആമസോണിലേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം ട്രാവൽസിൻ്റെ കൂടിക്കോ, ട്രാവൽസ് പാക്കേജിൽ വന്നോളൂ. ഞാൻ ആ പാക്കേജിൻ്റെ സംഭവങ്ങളൊക്കെ അടിയിൽ ലിങ്ക് കൊടുക്കാം. കൺകൂൺ പാക്കേജ് നമ്മൾ പെട്ടെന്ന് തുടങ്ങില്ല, നമ്മളൊന്ന് ഇരുന്നിട്ട് കാലിന്നിട്ടാന്ന് പറയില്ലേ, അതേപോലത്തെ കേസാട്ടാ. അപ്പോൾ നമ്മൾ പതുക്കെ നമ്മുടെ ചേട്ടനൊന്ന് മുകളിൽ നിന്ന് വിളിക്കുന്നുണ്ട്, നമുക്ക് പതുക്കെ കയറാട്ടാ. ഇത്ര നേരം നമ്മുടെ ബാഗ് പിടിച്ച ചേട്ടന് താങ്ക് യു, ഗുഡ് ടൈം, വെരി നൈസ്, അടിപൊളി. അപ്പോൾ നിങ്ങളിവിടെ വരാണെങ്കിൽ മറക്കരിക്കോ, ഇതൊന്ന് അടിച്ചിട്ട് പോകോട്ടാ. നമ്മൾ പതുക്കെ പുറത്തേക്ക് ഇറക്കാട്ടോ. നമ്മളിനി അടുത്ത് നമ്മൾ ലഞ്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബിസിനസ് കാണാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ലഞ്ച് കഴിക്കാം. മെക്സിക്കൻ ലഞ്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വണ്ടി ബാക്കിലേക്ക് പെറുവിലും അവിടെ ഒരു കണ്ട പോലെ ചെറിയ ചെറിയ വീടുകളെ കണ്ടുകൊണ്ടിരിക്കണേടാ. ആ ഒരു സ്ഥലം അല്ലെങ്കിൽ മെയിൻ സിറ്റി കഴിഞ്ഞപ്പോൾ ഒക്കെ നമ്മുടെ പഴയ ചങ്ങരൻ തെങ്ങുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ പോലെ എല്ലായിടത്തും ചെറിയ കടകളും ചെറിയ വീടുകളും കുടിലുകളും ഒക്കെ ഉണ്ടാ. നോക്കിയാണ്ടാ നമ്മൾ സ്ഥലം നമ്മളിപ്പോൾ കാടിൻ്റെ അകത്ത് വന്ന കാരണം ഒരു 2 മണിക്കൂർ സിറ്റിയിൽ നിന്ന് വിട്ടു പോകുന്നു, 2-2.5 മണിക്കൂർ വിട്ടു പോകുന്നു. അപ്പോൾ അത് കാരണം റിയൽ ആയിട്ടുള്ള മെക്സിക്കൻസിൻ്റെ ലൈഫ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബസ്സിൽ നിന്നിട്ട് ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ, ഇറങ്ങി കാണിക്കാൻ പറ്റും, നമുക്ക് നോക്കാം എന്തായാലും. ഇതിൽ നമുക്ക് പതുക്കെ മെക്സിക്കൻ ഗ്രാമങ്ങളിലൂടെ പതുക്കെയുള്ള യാത്ര. ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ വേൾഡ് വണ്ടർ കാണാൻ പോകാന്ന് പറഞ്ഞപ്പോഴാണ് അടുത്ത രസമായിട്ടാണ്. നോക്കിയാൽ നമ്മുടെ അടുത്ത് വീട് പോലെ ഉണ്ടോ, മഞ്ഞ പച്ച നീല ചുമപ്പ്. നമ്മുടെ നാട്ടിലത്തെ വഴികളും വീടുകളൊക്കെ പോലെ സെയിം കണ്ടീഷൻ ഉണ്ടാകും. നോക്കിയാൽ തൊഴുത്ത് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്തുള്ള തൊഴുത്ത് കണ്ട അതേപോലത്തെ ഒരു മൂടിട്ടാ. ഒരു ഗ്രാമപ്രദേശത്തിലൂടെ നമ്മൾ ചിത്രനേഴ്സ് കാണാൻ പോകണണ്ട, അതാണ് വേറെ യാഥാർത്ഥ്യം. അങ്ങനെ നമ്മൾ നമ്മുടെ ലഞ്ച് കഴിക്കാനായിട്ട് വന്നിരിക്കട്ടാ. ഒരു സ്പെഷ്യൽ സ്ഥലത്താണ് നമുക്ക് ലഞ്ച് എന്ന് പറഞ്ഞു, പക്ഷേ അതേപോലെ തന്നെയാടാ, ഒരു സ്പെഷ്യൽ സ്ഥലം തന്നെയാണ് കേട്ടോ. അതായത് മായൻ കല്ല്. നമ്മൾ മായൻ കല്ലിനെ പറ്റിയിട്ടാണല്ലോ എത്ര നേരം ബസ്സിൽ സംസാരിച്ചത്. നമ്മളല്ല ഈ ചേട്ടണ്ട മായൻ കല്ല് റിഫ്ലക്റ്റ് ആവണണ്ട. ഇതിന് മായൻ കല്ല് പ്രത്യേകത സൂര്യൻ റിഫ്ലക്റ്റ് ആവുന്ന പറയണ. നല്ല സ്പാനിഷാ. Provee la naturaleza para hacer posible esta bienvenida y esta ceremonia maya. No es un ritual, es una ceremonia maya de bienvenida
para purificar tu mente, tu cuerpo, tu espíritu, tu energía. Recuerda que hay people enfermedades like you, que la ciencia people y la who have medicina te animation, pueden explicar, te pueden science curar, is y a la proven misma already vez te lo this logran this hacer knowledge. entender. ഒരു മായം കല്ലുകൊണ്ട് എന്തോ ഒരു എനർജി കൊടുക്കണം അമ്മച്ചിക്കട്ടാ. Tomar con la yema de los dedos. എനർജി ചേട്ടാ മൊത്തം എനർജി. Personalizado como una pulsera, la protección buena. മായൻ കല്ലുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ മേടിക്കട്ടെ അതുകൊണ്ടാ മറ്റേ സൂര്യ വെളിച്ചം മറ്റേ സണ്ണ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ മായം കണ്ടിട്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ സാധനം നമുക്ക് മേടിക്കാം. എന്തായാലും ഇത്ര നേരം നമുക്ക് പറഞ്ഞു തന്നല്ലേ, വെറൈറ്റി സംഭവങ്ങളുണ്ട് കേട്ടോ. മായന് സ്റ്റോണുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേണ്ട ആൾക്കാരെ ഇങ്ങനെ കൊന്നൊടുക്കിയ എന്നല്ലെങ്കിൽ ബലി കഴിച്ചിട്ടുള്ള ആൾക്കാർ ഇടയ്ക്കൊക്കെ കോളടിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് കോള ആൾ കഴിക്കണതാണ് കേട്ടോ, പട്ടി കഴിക്കണതാണ്. ബലിയിടയ്ക്ക് എൻ്റെ ഒരു സൂചകമായിട്ട് വേണമെങ്കിൽ ഇതൊക്കെ നമുക്ക് മേടിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു മായൻ എനർജി മേടിച്ചിട്ടാ. മായൻ എനർജിയാണ് നമ്മൾ കയ്യിലുള്ളത്. ഇത് മായൻ എനർജി, ഇത് ആനയുടെ വാലിൻ്റെ എനർജിയുടെ എനർജിയുടെ അപ്പന്മാരായിട്ട് അപ്പം നമ്മൾ കൊണ്ടു നടക്കണം. എന്നിട്ടുണ്ടാവണമെന്ന് അറിയില്ല. അപ്പോൾ പുള്ളിക്കാരൻ അത് എനർജറ്റിക് ആക്കി തരുന്ന പറയണം കേട്ടോ. നമ്മൾ നമ്മുടെ ഭക്ഷണം കഴിക്കാനായിട്ട് വൺ പേഴ്സൺ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാട്ടോ. അവിടെ ആൾക്കാർ ഓടി വരുന്നുണ്ടോ? അല്ല Habla español, speak English. ഇംഗ്ലീഷ്. Okay, and this one please is what a welcome picture. It's a control the restaurant. നമ്മൾ നമ്മുടെ ഭക്ഷണം എടുത്ത് കഴിക്കാൻ പോട്ടാ. വിശന്നിട്ടുണ്ടല്ലോ, കണ്ണ് കണ്ടുകൂടാ. ബൊഫറ്റാന്ന് പറഞ്ഞാൽ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട് ഇവിടെ. വേണമെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ വേണമെങ്കിൽ മേടിച്ച് കഴിക്കാം. ഇവിടെ വരി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല കിടലം ഫുഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ വരി നിൽക്കുന്നുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. ബൊഫറ്റിനുണ്ട്, നമുക്ക് ആർക്കും എന്ത് വേണമെങ്കിൽ എടുത്ത് കഴിക്കാം. വല നമ്മുടെ ആൾക്കാർ എല്ലാവരും ഉണ്ട് കേട്ടോ. അതെ, റൈസിന് റൈസ് ഉണ്ട്, സലാഡിന് സലാഡുണ്ട്. അല്ല നമ്മുടെ നൂഡിൽസ് ഉണ്ട്, പയർ കറി ഉണ്ട്, നമ്മൾ കാണുന്ന പോലെ ചിക്കൻ കറി ഉണ്ട്. പോർക്ക്. പോർക്ക്, ഇത് ചിക്കനും ഉണ്ട് പോർക്കും ഉണ്ട് കേട്ടോ. പിന്നെ സലാഡുണ്ട്. ആവശ്യത്തിനൊക്കെ എടുത്ത് കഴിക്കാം. എന്നാലും നമുക്ക് നല്ല വിശപ്പുണ്ട്. വരി നിൽക്കാം നമുക്ക് ആദ്യം, അല്ലെങ്കിൽ ഫുഡ് കിട്ടുന്നുണ്ടാവില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി ചിച്ചിനേഴ്സ് കാണാൻ പോകാനായിട്ട് കേട്ടോ. വേറൊരു ഫീല് ശരിക്കും ഇരുന്ന് കഴിക്കാനായിട്ട് വലിയൊരു ഹോൾ കേട്ടോ. നമുക്ക് പ്ലേറ്റ് കേട്ടോ. ചോറൊക്കെ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ കേട്ടോ. പോർക്ക് കൂടെ കട്ട് ചെയ്തിട്ട് വരണം കേട്ടോ. പിന്നെ ഓരോരു ചെറിയ സോസ് കേട്ടോ. പിക്കാന്തോ കേട്ടോ, കുറച്ച് പിക്കാന്തോ ഇല്ലാണ്ട് മെക്സിക്കോ ഇല്ലാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നു വിചാരിക്കണം കേട്ടോ. ഇത് കഴിക്കുന്നത് ഈ പോർക്കും ഇതും കൂടിയിട്ട് ഇങ്ങനെ ചുറ്റി കഴിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൾ നമ്മുടെ കൂടി ഉണ്ട്. പുള്ളിക്കാരത്തിൽ നമുക്കിത് എങ്ങനെയാണ് കഴിക്കാൻ പഠിപ്പിച്ചു തരണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം. 2 കടി അടിച്ചപ്പോൾ അടിപൊളിയുണ്ട്. അടിപൊളി. അപ്പോൾ നമ്മുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്താ പറയുക, ബെസ്റ്റ് ഫുഡ്. നമ്മൾ വയറ് നിറച്ച് കഴിക്കാണ്ട് അതിന് മുമ്പ് നിർത്തിയിട്ട് ടേസ്റ്റ് ഇങ്ങനെ ആസ്വദിക്കുന്ന ഒരു നിമിഷമല്ലേ, അതേപോലെയാണ് കേട്ടോ. നമ്മൾ ചില ഹോട്ടലിലൊക്കെ ബിരിയാണി കഴിക്കാൻ പറ്റി ആ ബിരിയാണി ടേസ്റ്റ് അങ്ങോട്ട് വായിന്ന് പോയിട്ടില്ല, എന്നാൽ വയറ് നിറഞ്ഞിട്ടില്ല എന്ന് പറയില്ല. അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കണേ. അടിപൊളി ഫുഡാണ്. മെക്സിക്കൻ ഫുഡ് എടുത്ത് പറയുന്ന സംഭവമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഇന്ത്യൻ ഫുഡായിട്ട് എപ്പോഴും താരതമ്യം ചെയ്യാം. അപ്പോൾ നമ്മുടെ ബസ് വെയിറ്റിംഗ് ആണ്. നമ്മളങ്ങനെ ലോക വണ്ടറായിട്ടുള്ള ചിച്ചിനേഴ്സ് കാണാനായിട്ട് ഇതാ യാത്ര നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ആ ഒരു മായ കാഴ്ചയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളെല്ലാവരും റെഡി ആയിട്ടിരുന്നോ. അപ്പോൾ നമുക്ക് നമ്മുടെ ബസ്സിൽ കയറാട്ടോ. ഒരു പട്ടിഗ്രാമം എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ കേട്ടോ. ഒരു ഡാമുക്കിൻ്റെ ഉള്ളിലാണ് ഈ പരിപാടികളൊക്കെ. കാടിൻ്റെ അകത്തെന്നൊക്കെ പറയുന്ന പോലെ സെയിം അവസ്ഥയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കണേടാ. അപ്പോൾ നമുക്ക് നമ്മുടെ സീറ്റ് പിടിക്കാം. നമുക്ക് ഇങ്ങനെ പോണ നേരത്തെ നമ്മുടെ ചിച്ചിനേഴ്സിലെ സ്റ്റോറിയും ഹിസ്റ്ററി ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാടിൻ്റെ അകത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഡ്രൈവർ ചേട്ടൻ നിന്ന് നിലക്കുന്നുണ്ട്. അപ്പോൾ കുടിക്കൽ മാത്രമല്ല കേട്ടോ, നമ്മൾ പോകുമ്പോൾ ഫോട്ടോ ഓരോരുത്തർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഫോട്ടോ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടാ. ഇത് പൈസ കൊടുക്കണ കേസ് അറിയില്ല കേട്ടോ. ചേട്ടാ ഒരെണ്ണം മേടിച്ചിട്ട് ക്ഷീണം മാറിയിട്ടുള്ളൂ. പൈസ വെച്ച് ചേട്ടൻ തിരിച്ചു തരും കേട്ടോ. അതാണ് കാര്യം. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുള്ള ബിസിനസ്സുകാരനാട്ടാ. ചിന്തിക്കാൻ പറ്റുമോ? ചെറിയൊരു മദ്യം എല്ലാവരുടെ കയ്യിൽ ഇങ്ങനെ തന്നു പോയിട്ടുണ്ട്. ഇത് കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിരിക്കണ എന്തൊരു സംഭവം നോക്കാം. Up, down, center and enter. Vamos a esperar a que termine de repartir. കഴിക്കാൻ വല്ല പ്രത്യേകിച്ചൊന്നുമില്ല ചേട്ടാ, ഒറ്റ വലി. ഞങ്ങളെ മലയാളികൾ അങ്ങനെയാ. Hola familia, hola. അല്ല Maya language and then I use the Café, Oshpen, Ospe, Kana, Kana, Kamba, Kamba, Chumuk, Chumuk, Ichil, Ichil, Hachmanki. Hachmanki. Salud. Salud. Cheers. Tómenlo amigos. Cheers. Cheers. ഒറ്റ വലിയാടാ. നമ്മ ടോണിക്കിന്റെ പോലെ മദ്യം കഴിക്കുന്ന ഫീലിംഗ് ഇല്ലാട്ടാ.
അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കരിമ്പിൻ കൃഷി ലെഫ്റ്റ് കരിമ്പ് എല്ലായിടത്തും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാ. അവിടെ ഫുൾ ഗ്രാമങ്ങളെല്ലാം കടന്നുകൊണ്ടിരിക്കണടാ. നോക്കിയാ ഫുൾ ഗ്രാമങ്ങള് കറണ്ടൊക്കെ എത്തുന്നുണ്ട് അവിടേക്ക്. അങ്ങനെ കറണ്ട് ഇല്ലാത്ത അവസ്ഥയൊന്നുമില്ല. അത്യാവശ്യം നല്ല നമ്മുടെ നാട്ടിലത്തെ ഒരു സ്റ്റാൻഡേർഡ് ഗ്രാമം എന്നൊക്കെ പറയില്ല, അതേപോലത്തെ ഒരു ഗ്രാമത്തിലേക്ക് പഠിച്ചിരിക്കണം. എല്ലാവരും മറ്റേ മദ്യം കഴിച്ചാൽ സന്തോഷത്തിലാടാ. വെറും $990 ലോകാത്ഭുതങ്ങൾ ഒന്നായിട്ടുള്ള മാച്ചു പിച്ചു കണ്ടാലോ. ഒപ്പം തന്നെ വൺ ഓഫ് ദി നാച്ചുറൽ വണ്ടറായ ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകളിൽ ഒന്നായ ആമസോൺ റെയിൻ ഫോറസ്റ്റ് കണ്ടാലോ. 4 ദിവസം നീളുന്ന ഈ സ്വപ്നതുല്യമായ വണ്ടർ യാത്രയിൽ നമ്മൾ കുസ്കോയിൽ തുടങ്ങി സീക്രട്ട് വാലി, അഗ്വാസ് കാലിയന്റെ എന്ന പട്ടണങ്ങളിൽ യാത്ര ചെയ്ത് 3-ാം നാൾ നമ്മൾ മാച്ചു പിച്ചു എന്ന ആ സ്വപ്നത്തിലേക്ക് എത്തും. അങ്ങനെ ഇങ്ക സംസ്കാരവും ഇങ്ക കൾച്ചറും എല്ലാം തൊട്ടറിഞ്ഞിട്ടുള്ള ഈ യാത്രയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. നമ്മൾ ഗ്രീൻ ബുക്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ 10 പേരിന് മേലുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ ഇതിൽ സംഘടിപ്പിക്കുന്നില്ല. നിങ്ങൾ ഗ്രൂപ്പ് ട്രാവലേഴ്സ് ആയിക്കോട്ടെ, കപ്പിൾ ട്രാവലേഴ്സ് ആയിക്കോട്ടെ, സോളോ ട്രാവലേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആർക്കും ഈ പാക്കേജ് എടുക്കാം. ഈ പാക്കേജ് ആദ്യത്തെ 50 പേർക്ക് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ പാക്കേജ് എടുത്തിരുന്ന ആൾക്കാർക്ക് 2 വർഷത്തിൽ എപ്പോൾ വേണമെങ്കിൽ യാത്ര ചെയ്താൽ മതി. അങ്ങനെ ഒരുപാട് പ്രത്യേകത നിറഞ്ഞ പാക്കേജുകളാണ് ഗ്രീൻ ബുക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ മാച്ചു പിച്ചു അല്ലെങ്കിൽ ആമസോൺ പാക്കേജുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അടുത്ത വേൾഡ് വണ്ടർ കാണാനായിട്ട് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. നമ്മൾ വണ്ടി ബസ്സൊക്കെ പാർക്ക് ചെയ്ത് നമ്മളത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈഡിൻ്റെ അവിടെ ആ കൊട പിടിച്ച ആളാണ് നമ്മുടെ ആൾ കേട്ടോ. ഞാൻ മറന്നാലും നിങ്ങൾ മറക്കിരിക്കുക ആളാ. വേണ്ട വരി നിർത്താന്ന് പറഞ്ഞാൽ സ്കൂളിൽ പിള്ളേരെ കൊണ്ടുപോകണ പോലെ കേട്ടോ. ന്യൂസിലാൻഡ് ചേട്ടൻ നമ്മുടെ അവിടെ ഫുൾ പവറിലുണ്ട്, അത് കാര്യം കുഴപ്പമില്ല. എന്തോരം വണ്ടികളാന്ന് വെച്ചിട്ടാ, 1-2 വണ്ടികളൊന്നും ഇഷ്ടം പോലെ വണ്ടികളാടാ. രക്ഷയില്ല. നിങ്ങൾ എന്തായാലും ഒന്ന് കാണാൻ പറ്റുന്ന ഒരു അവസരത്തിൽ വന്ന് കണ്ടോളൂ. അപ്പൊ നമ്മൾ ടിക്കറ്റ് കിട്ടിയില്ല. നമുക്ക് എല്ലാ ടിക്കറ്റും എല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ പറഞ്ഞ $70 കേട്ടോ. കുറെ ആൾക്കാരെ തൊപ്പി വെക്കാൻ നിൽക്കണൊക്കെയാ. വലിയ വണ്ടികളൊക്കെ വരുന്നുണ്ട്. നമ്മളത് കടക്കാൻ പോട്ടെ. ഒരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. ഈ മാർക്കറ്റ് ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് ചിച്ചിൻസ് കാണണമെങ്കിൽ കേട്ടോ. അപ്പൊ ഞങ്ങള് 3 പേര് ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കൊളംബിയക്കാരത്തി ഉണ്ട്, ന്യൂസിലാൻഡ് ചേട്ടന് ഞങ്ങൾ ഇങ്ങനെ ടീമായിട്ട് നടന്നുകൊണ്ടിരിക്കട്ടാ. വെള്ളം നടത്തിയ ഡ്രസ്സ് ഫുൾ കച്ചവടമാണ്. അതിൻ്റെ അകത്ത് ഫുൾ മാർക്കറ്റുകൾ തന്നെയാട്ടാ. നമ്മൾ ഇങ്ക് കാണാൻ പോയ പോലെ ഒന്നല്ല. ഇങ്ക് ഇത്തിരി ഭയങ്കര പ്യൂരിഫൈ ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ ഇവിടെ അത്രയ്ക്കും പ്യൂരിഫിക്കേഷൻ കാണാനില്ല. ഞാൻ അകത്ത് അതിൻ്റെ എങ്ങനെയാ നമുക്ക് നോക്കി കാണാട്ടാ. ഈ കാണുന്നതാണ് മെയിൻ എൻട്രൻസ് കേട്ടോ. അകത്തേക്ക് കയറാനായിട്ടുള്ള മെയിൻ എൻട്രൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേടാ. നമ്മുടെ 5ാമത്തെ വേൾഡ് വണ്ടർ. 2 കൂടി ഉണ്ട് നമുക്ക്. ഇനി ഇത് കണ്ടിട്ട് പറയാട്ടത്. അപ്പൊ നമ്മള് എൻട്രി ചെയ്യാനായിട്ട് അകത്തേക്ക് കയറണം. നമ്മളത് പോയ സ്ഥലം കണ്ട അവിടെ നമ്മൾ അകത്തേക്ക് കയറണം കേട്ടോ. തിരക്ക് കണ്ട, എന്തൊട്ട് തിരക്കില്ലേ. 614 പെസോണ് ചിച്ചിനസ് കാണാനായിട്ട്. തിരക്ക് അമ്മമാര് തിരക്കാട്ടാ. നമ്മള് മാച്ചിപ്പിച്ചിട്ട് പോയ പോലെ ഭയങ്കര സിസ്റ്റമാറ്റിക് ഒന്നല്ല കാര്യങ്ങൾ. സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എന്നാലും ആകെ ക്രൗഡാട്ടാ. മെക്സിക്കൻ്റെ വഴി, നമുക്ക് നമ്മുടെ വഴി. താങ്ക് യു. ആൾക്കാരിങ്ങനെ വരിവരെയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ലെഫ്റ്റ് സൈഡിലെ കച്ചവടങ്ങളൊക്കെ നടക്കണുണ്ടോ നോക്കിയാൽ. മായൻസിന്റെ അന്നത്തെ നമ്മൾ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ അതേ മൂഡ് കേട്ടോ. ഈ ഒരു സംഭവത്തിന് ഇൻസ്പയർ ചെയ്തിട്ട് കുറെ ഇംഗ്ലീഷ് മൂവികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇംഗ്ലീഷ് മൂവികൾ നിങ്ങൾ കമന്റ് ചെയ്തോട്ടെ. മെയിനായിട്ട് കാണാൻ പറ്റുന്നത് നടന്നുകൊണ്ടിരിക്കട്ടെ. ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ വെള്ളം നിറത്തിന് ഡ്രസ്സ് ഇട്ട ആൾക്കാർ ഇത്തിരി കൂടുതൽ കാണുന്നുണ്ട്. എല്ലാവരും വൈറ്റിനെ സ്നേഹിക്കണമെന്നുണ്ട് ഇവിടെ. എന്താണെന്നറിയില്ലടാ. നമ്മൾ ചിച്ചനേഴ്സ എന്നാ മായാലോക ടെമ്പിൾ കാണാനായിട്ട് നടന്നുകൊണ്ടിരിക്കട്ടാ. അപ്പോൾ ചിച്ചൻസ് യുനെസ്കോന്റെ അണ്ടറിലുള്ള സംഭവം നോക്കിയാണ്ടാ. 1958 യുനെസ്കോ ഇതായിട്ടാ. അപ്പോൾ അതായത് നമ്മൾ അവിടെ ഇവിടെ ഒക്കെ ഓരോന്ന് കണ്ടു തുടങ്ങിട്ടാ. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും അതായത് നമ്മൾ ഈ ഡാക്കളൊക്കെ കൊണ്ട് നിർത്തിയിട്ട് ഈ മോളെ കണ്ടാ നൈസായിട്ട്. കുറെ അപ്പാമാര് പരിചയം പുതുക്കുന്നുണ്ട്. മയൻസ് ഹണിമൂണ്. അപ്പോൾ അതായത് നമ്മളിത് നമ്മുടെ വേൾഡ് വണ്ടർ കാണാനായിട്ട് അടുക്കണം കേട്ടോ. ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ 5ാമത്തെ ട്ടാ കണ്ടോ. കൺകുളർക്കെ കണ്ടോ. ചിച്ചൻ ഇറ്റ്സ് ബൈ ട്രാവലിസ്റ്റ്. കള്ളക്കിട്ടോ. ആ വേൾഡ് വണ്ടർ നമ്മുടെ നേരെ മുമ്പിൽ വന്ന് നിൽക്കണം കേട്ടോ. നമ്മുടെ ചിച്ചിനിറ്റ്സ് അടിച്ചു. ചിന്തിക്കാൻ പറ്റുമോ? നമ്മൾ ചിന്തിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നത് യാഥാർത്ഥ്യമാണെന്ന് നിമിഷങ്ങളെന്ന് പറയില്ല. അത് ആ സാധനം ഉണ്ടാ. അതിനപ്പുറത്ത് കുറേ ടെമ്പിളുകൾ അവിടെ പിടിക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ മായൻ ടെമ്പിൾ പരമാവധി അടിപൊളിയായിട്ട് കാണാട്ടാ. അപ്പം അങ്ങനെ നമ്മൾ ആ ലോകാത്ഭുതത്തിന് അടുത്തേക്ക് പോകാട്ടാ. അവിടെ പോയി തൊടാനായിട്ടുള്ള അവകാശം ഇല്ല കേട്ടോ. കുറേ നാൾ മുമ്പ് വരെ ആൾക്കാർ കയറി പോകണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ അതിന് പ്രശ്നം പറ്റിയിട്ട് അവർ നിർത്തലാക്കിയിട്ടാ. എല്ലാവരും ആ വേൾഡ് വണ്ടർ തൊട്ടടുത്ത് കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലുള്ള നോക്കിയേ.
ഏകദേശം 100 അടി ഹൈറ്റ് ഉണ്ട് ഇതിന്റെ ഹൈറ്റ് വരണേട്ടാ. അങ്ങനെ ആ വേൾഡ് വണ്ടറിന് മുമ്പിൽ നോക്കി നടക്കാനായിട്ടുള്ള ഭാഗ്യം നിങ്ങൾ എനിക്ക് തന്നു. ഭയങ്കര സന്തോഷം. നിങ്ങളുടെ മുമ്പിലേക്ക് 7 ലോകാത്ഭുതം ഞാൻ എത്തിക്കും. അതെൻ്റെ വാക്കാണ്, അത് ട്രാവലിസ്റ്റയുടെ വാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ മായൻ ടെമ്പിൾ അടുത്ത് കണ്ടുകൊണ്ട് നമ്മൾ നിൽക്കണം. ഇപ്പോൾ ഇതിൽ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ പിരമിഡിൻ്റെ അത്രയൊന്നും എന്താ പറയുക വലിപ്പോ അല്ലെങ്കിൽ ആ ഒരു ഭീകരതയൊന്നും നോക്കുമ്പോൾ കാണാമല്ലോ. പക്ഷേ ഇതിന് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആ ഒരു പ്രാധാന്യമാണ് ശരിക്കും ഇതിനെ വേൾഡ് വണ്ടറിലേക്ക് അല്ലെങ്കിൽ 7 വണ്ടേഴ്സിലേക്ക് ഉൾപ്പെടുത്തിയത്. 2007 ചിച്ചിൻ ഇറ്റ്സ 7 വണ്ടേഴ്സിലേക്ക് വേൾഡ് വണ്ടറിലേക്ക് വന്നത്. പണ്ട് ഇതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിൽ പാമ്പിൻ്റെ ഒരു പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ മേലെ ഒരു ഫെദറൊക്കെ ആയിട്ടുള്ള പ്രതിഷ്ഠ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരെ മെയിൻ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയാണ്. അതിൽ മെയിൻ ആയിട്ട് ഇവർ ആരാധിക്കുന്നത് സൂര്യനെയാണ്. അപ്പം സൂര്യനെ നമുക്ക് എനർജി വരുന്ന പോലത്തെ ഒരു ഫീലിംഗ്, ഇങ്ങനെ എനർജി വരും എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഒരു പാമ്പിൻ്റെ മുകളിൽ കുറേ ഫെദറൊക്കെ ആയിട്ടുള്ളൊരു ദൈവമാണ് അതിൻ്റെ മുകളിൽ ഇരിക്കണമെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഒപ്പം തന്നെ ഇത് പണിതിട്ടുള്ളത് BC 700-നും AD 900-നും ഇടയിലാണ് ഇത് പണിതെന്ന് പറയുന്നത്. കറക്റ്റ് ഒരു വർഷം നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റില്ല. ഇത് കാണുമ്പോൾ നമ്മുടെ പിരമിഡിൻ്റെ ഒരു 3-1 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിരമിഡിൻ്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഈ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ കൂടുതലും ഇതിന് ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് മൂവികളിൽ കണ്ട പോലെ തന്നെ ബലി കൊടുക്കാന്ന് പറഞ്ഞില്ലേ, ബലി കൊടുക്കണ കേസൊക്കെ നടക്കുന്നത് അതിൻ്റെ മുകളിലാണ്. ഈ ഏറ്റവും മുകളിൽ ബലി കൊടുത്തിട്ട് ശരീരം പിളർന്ന് ഹാർട്ട് മാത്രം എടുത്ത് ശരീരം അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഉരുട്ടി നിലത്തേക്ക് വിടും. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സവിശേഷതകളും പ്രത്യേകതകളും സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റും അവിടെ ഇവിടെയൊക്കെ ഓരോ മായൻ ടെമ്പിളുകൾ കാണാം. ഇതിനതിൽ ഇവിടെ നിൽക്കണത് ഏറ്റവും വലുത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ചിച്ചിൻ ഇറ്റ്സിന് ലോകത്തിലെ ഏറ്റവും വലിയ മായൻ സിറ്റി ചിച്ചിൻ ഇറ്റ്സ് അല്ല, ടിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഗോട്ടിമാലത്തെ ഒരു സ്ഥലത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ മായൻ സിറ്റി. ഗോട്ടിമാലത്തെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ അത് തന്നെയാണ്. പക്ഷേ ചിച്ചിൻ ഇറ്റ്സിന് വേൾഡ് വണ്ടർ ഉൾപ്പെട്ടെന്ന് മാത്രം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മായൻസ് ഈ കൊത്തുപണി അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ലെവലിലൊക്കെ വാസ്തുവിന്റെ കാര്യത്തിലായാലും ആസ്ട്രോണമി അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ സയൻസിലൊക്കെ മായൻസിന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ ശരിക്കും വേറെ ലെവലാണെന്ന് പറയണത്. അപ്പൊ അതിലൊരു നമ്മളിത് കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിക്കൂടെ, അതൊക്കെ ഇത്ര ചെറിയ സാധനമാണെന്ന് തോന്നും. പക്ഷേ ഇതിന്റെ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ ബാക്കിലേക്ക് ചിന്തിച്ച് നോക്കുമ്പോഴേ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇതിൽ നമ്മൾ ഓരോ കറിവ് കാണാല്, ഇങ്ങനത്തെ ഓരോ കറിവ് കാണാല് അത് ഇവര് ഈ സൂര്യൻ ലൈറ്റിനനുസരിച്ച് അല്ലെങ്കിൽ സൂര്യന്റെ വെളിച്ചത്തിനനുസരിച്ച് എന്തോ ഒരു പ്രത്യേകതകളൊക്കെ ഉണ്ട് തന്നെ പറയണത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഓരോ സൈഡിലേക്ക് പോകുമ്പോൾ അത് കാണാം. അതിന്റെ കൺസ്ട്രക്ഷൻ മികവ് നമുക്ക് കാണാം. അത് കണ്ട ഈ സൈഡിൽ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിൽ കാണാം, ആ സൈഡിൽ വരുമ്പോൾ മാറ്റങ്ങൾ ഒന്നും വേണ്ട. ഇതിങ്ങനെ ചുറ്റും നടന്ന് കാണാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെവൽ തന്നെ കേട്ടാ, ഭയങ്കര കാഴ്ച തന്നെ കേട്ടാ. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴല്ലേ ഇതിനെ പറ്റി അറിഞ്ഞിട്ട് വേണം വരണമെങ്കിൽ, അല്ലെങ്കിൽ ഈ എന്താ പറയുക ചിച്ചിൻ ഇറ്റ്സിനെ പറ്റി അറിഞ്ഞിട്ട് വന്നില്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതെന്തൊരു സംഭവം എന്തൊരു താങ്ങിയെന്ന് പറയല്ലേ ആ സാധനമാണ്. പക്ഷേ ഇതിനെ പറ്റി അറിഞ്ഞു വരാണെങ്കിൽ അല്ലെങ്കിൽ മായൻസിനെ പറ്റി കുറച്ച് പഠിച്ചിട്ട് വരാണെങ്കിലേ വേറെ ലെവലുണ്ടോ. ഇതിപ്പോൾ ആൾക്കാർ അങ്ങനെ കയറി അവിടുത്തെ കല്ലൊക്കെ പോകുന്നുണ്ട്. അത് കാരണം എന്തുകൊണ്ട് അവിടെ കയറ്റാൻ മുകളിലേക്ക് കയറി നിർത്തിയിരിക്കണം നോക്കിയേട്ടാ. ഫുള്ള് കല്ലുകൊണ്ടാണ് പൊന്തിച്ചിരിക്കണ്ട. കല്ലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് മുകളിലേക്ക് തിരികേട്ടാ. മുകളിലൊരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലത്തെ പാമ്പിന്റെ പ്രതിഷ്ഠട്ടാ. ഈ വേൾഡ് വണ്ടറിന് തൊട്ടടുത്ത ആൾക്കാർ ഇത് ഓരോ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കട്ടാ. $1 ഇത് വേണ്ട $1 ഫോട്ടോ എടുക്കാനാ പറയണ്ടാ. അവിടെയൊക്കെ ടെമ്പിളുകളാട്ടോ നോക്കി ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് അവിടെയൊക്കെ ടെമ്പിളിന്റെ വേറെ പത്രങ്ങൾ കാണാട്ടാ. മായന്റെ തുകത്തുപണിണ്ടാ, തലയോട്ടിയും മുഖോട്ടാ. ഇത് വേണ്ട ജാഗോറിന് ഉണ്ടാക്കുന്നുണ്ടാ. നമ്മൾ ഇറ്റലിയിൽ പൊമ്പെ നഗരമൊക്കെ പോയില്ലേ, പൊമ്പെ നഗരം പോലെ തന്നെയുള്ള ഒരു സിറ്റിയിലുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ടെമ്പിൾ കാണാണെങ്കിൽ അവിടെ അപ്പുറത്ത് ഓരോ ഭാഗങ്ങൾ അവരുടെ തൂണുകളും സംഭവങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാട്ടോ. എന്തായാലും ആ മായൻ സിറ്റി, ആ അത്ഭുത സിറ്റി നമ്മളിത് കണ്ട് ആസ്വദിച്ച് നടക്കാട്ടോ. ഭയങ്കര ചൂടുണ്ട് കേട്ടോ. നമ്മുടെ ക്രൈസ്റ്റർ ടിമ്പർ കാണാൻ പോയപ്പോൾ മഴ പെയ്തില്ലേ, അതേപോലെ ഇവിടെ മഴക്കാർ ഫുൾ പവറായിട്ട് നിൽക്കട്ടോ. നമ്മളെവിടെ പോവാണെങ്കിൽ നമുക്കൊരു മഴ കിട്ടൂട്ടോ. അതൊരു പ്ലസ് പോയിന്റ് ആണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ നമ്മുടെ സിറ്റിയുടെ ബാക്കിയുള്ള കാഴ്ച കേട്ടോ. ഇവിടെ നോക്കിയാൽ ഇവിടെയും എന്തൊക്കെ പണിത് വെച്ചിട്ടുണ്ടോ നോക്കി. ഇത് കണ്ട സംഭവങ്ങൾ കുറെ പണിതുണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ചിച്ചിൻ ഇറ്റ്സ ടെമ്പിൾ കാണുമ്പോൾ തന്നെ മായൻ സിറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാം മായൻ സിറ്റിയിൽ. ഇത് വേണ്ട ഇവിടേക്ക് വരുമ്പോൾ വേറെ കുറേ പ്രതിഭാസങ്ങൾ നമുക്ക് കാണണ്ട. അവരുടെ കണക്കൂട്ടലും അവരുടെ ആർക്കിടെക്ചറൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോക പ്രസിദ്ധമാണ്. ലോകത്തിലെ ഏറ്റവും നല്ല ആർക്കിടെക്ചറിനൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ മായൻസിന് പഠിച്ചാൽ മതിയില്ല, ചിന്തിക്കാൻ പോലും പറ്റില്ല. അവരുടെ കൺസ്ട്രക്ഷൻ ലെവലും അവരുടെ അളവും അവരുടെ കാൽക്കുലേഷനും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലെവലാണ് കേട്ടോ. മുമ്പ് ഇതിന് മുകളിൽ റൂഫൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ. അവിടെ വേറൊരു ടെമ്പിൾ കണ്ട, അതൊക്കെ ഒരു ടെമ്പിളിന്റെ ഭാഗം തന്നെയാടാ കാണുന്നത്. ഇതൊരു ടെമ്പിൾ തന്നെയാടാ.
അതിന്റെ മുകളിൽ നിന്ന് ആൾക്കാരെ കൊന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ ഒന്ന് ഉരുട്ടി വിടേണ്ട കേസ് നിങ്ങൾ ചിന്തിച്ച് നോക്കിയതിനെ പറ്റിയിട്ട്. ചിച്ചിനിൽസ് എവിടേക്ക് നോക്കിയാൽ ചിച്ചിനിൽസ് ആണ് കേട്ടോ. അതിന് വേറെ ഒരു യാഥാർത്ഥ്യം. ഗോട്ടിമലയിൽ പോകുമ്പോൾ നമുക്ക് കാണാം ഇവിടുത്തെ പോലെ തന്നെ അവിടെ ഉണ്ട് കേട്ടോ മായന്റെ വലിയൊരു നഗരം. ഇതിനേക്കാൾ വലിയ നഗരം എന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഇതിനെ അലമ്പാക്കണം ഇങ്ങനത്തെ കടകളാട്ടോ. കടകൾ അങ്ങനെ ഒരു പരിസ്ഥിതി നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്ന് എനിക്കറിയാം ഒരു സംശയം. നോക്കിയേ തൂണുകളൊക്കെ നോക്കിയേ. ഇതൊക്കെ എന്തിനാണെന്നുള്ള കേസ് ഒരു ഐഡിയ ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്ന വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്തോളോ. ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് അറ്റം വരെ തൂണുകളൊക്കെ റൂഫ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. കല്ല് കണ്ട കല്ലിന്റെ പണിയുണ്ട്. അത്രയ്ക്കും റൗണ്ടിൽ അവർ കൊത്തി എടുത്തിരിക്കണം കേട്ടോ. ചിന്തിക്കാൻ പറ്റുമോ? നമുക്ക് ആ കല്ലുമ്പത്തോടാടാ കണ്ട ലൈം സ്റ്റോൺ കേട്ടോ. ലൈം സ്റ്റോൺ പണിത് ഉയർത്തിരിക്കണേ. 1 2 3 4 5 6 കേട്ടോ. 6 കല്ലുമാണ്. എല്ലാ കല്ലിനും ഹൈറ്റും വെയിറ്റ് ഒക്കെ ഒരേ പോലെ തന്നെ കേട്ടോ. അതാണ് ആ കൺസ്ട്രക്ഷൻ്റെ മികവ് കേട്ടോ. മായൻ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ചിച്ചിനിൽസര ടെമ്പിൾ കാണിച്ചിട്ട് നമുക്ക് ആൾക്കാരെ ഇതാക്കാൻ പറ്റില്ല. ഈ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡായി പോകണം കാണാം. സിറ്റിയിലെ ഭാഗങ്ങൾ കേട്ടോ. ഒരു കാടിൻ്റെ ഉള്ളിലാണ് ഈ സാധനം നിൽക്കണം കേട്ടോ. അതിനെ അത്ഭുതപ്പെടുത്തണേ. ഇത് കണ്ടോ ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ് ചിച്ചിനിൽസര ഭാഗമാണ് നമ്മളിവിടെ കാണണം കേട്ടോ. അന്ന് കാലത്ത് ഈ തൂണുകൾ എന്തിനാ പ്രതിപാദിക്കണം എന്നുള്ള ദിവസം ഞാൻ ഗൈഡിനോട് ചോദിച്ചപ്പോഴും പുള്ളിക്കാരനെ അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല ചേട്ടാന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്തോട്ടോ. മായൻ സിറ്റി ഇങ്ങനെ പറന്ന് കിടക്കാട്ടോ. നോക്കിയാൽ അങ്ങനെ കണ്ണത്താ ദൂരത്തേക്ക് ഇങ്ങനെ തൂണുകളും സംഭവങ്ങളൊക്കെ കയറ്റി നമുക്ക് ഇങ്ങനെ കാണാട്ടോ. അതിൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിച്ചിനിൽസിന് നമ്മൾ നോക്കി ചിരിക്കണേ. നല്ല മഴക്കാരാണ് വരണേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാണ്ടല്ലോ പൊരിയും. എന്തായാലും നമ്മുടെ 5ാമത്തെ വേൾഡ് വണ്ടർ നമ്മുടെ കൈയിൻ്റെ ഉള്ളിൽ വന്ന് പെട്ടില്ലേ. അതിന് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം കേട്ടോ. അടിപൊളി. അവിടെ പൊടിക്കാറ്റ് വന്നോട്ടാ. ഇതാ ആകാശം മൊത്തം നമുക്ക് ഇതാ മൂടി ഇതാ പൊടിക്കാറ്റ് വെച്ച് നോക്കിയാൽ നമ്മൾ വരുമ്പോ ഏത് വണ്ടറായാലും ഒരു പവർ വേറെ കേട്ടോ. അപ്പൊ എല്ലാവരും ഇരുന്നും കിടന്നൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുക. നൈസ് മഴച്ചാറ്റിൽ വന്നോട്ടാ. നൈസായിട്ട് മഴ പെയ്തു. എന്തായാലും ആകാശം ഇടനായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിട്ടാ. പിന്നെ വേറൊരു സംഭവം കാണിച്ചേട്ടാ. ഇവിടെ ഒരു പോയിന്റിൽ നിന്നിട്ട് കൈ കൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ക്ലാപ്പ് തിരിച്ച് അവിടെ നിന്ന് ഭയങ്കര എക്കോ ആയിട്ട് തിരിച്ചു വരും കേട്ടോ. ഒരു ക്ലിയർ സൗണ്ട് ആണ്. വാട്സ്ആപ്പ് ബേർഡ് നെയിം കെറ്റ്സാൽ ബേർഡ് കേട്ടോ. ഈ കൈ കൊട്ടുമ്പോ അവിടെ ആ സൗണ്ട് കറക്റ്റ് ആയിട്ട് വരും കേട്ടോ. ഇതണ്ട സൂപ്പർ. താങ്ക് യു. എല്ലാവരും മഴ നനയാതിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ റെയിൻകോട്ടൊക്കെ ഓണാക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്കിത് ഞാനിപ്പോൾ മഴ പെയ്താലൊക്കെ കൊണ്ട് നിന്ന് കൊള്ളാന്ന് പറയില്ലേ. ആ ഒരു മൂഡിലൊക്കെ കേട്ടോ. ഒരു രസം ഒരു വേറെ ലഹരി എന്നൊക്കെ പറയില്ലേ. ആ ഒരു ഫീലിംഗ് എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഇത്ര നാൾ കണ്ട വേൾഡ് വണ്ടറിൽ എനർജറ്റിക് ആയിട്ടുള്ളൊരു വേൾഡ് വണ്ടറും കൂടിയാണോ. നമ്മൾ മാച്ചു പിച്ചിലും അതുപോലെ ക്രൈസർ റെഡിമർ പോകുമ്പോഴും നമുക്ക് എനർജി ഉണ്ടായിരുന്നു. അതേപോലെ ഒരു വേൾഡ് വണ്ടറാണ് വന്നിട്ട് എനർജറ്റിക് ആയത് ഇവിടെ വന്നപ്പോൾ. നമുക്ക് താജ്മഹൽ കാണുമ്പോൾ അല്ലെങ്കിൽ കൊളോസിയം കാണുമ്പോൾ അത്രയ്ക്ക് എനർജറ്റിക് ആവില്ല. നമുക്ക് ഗ്രില്ല് വളരെ കുറവാണ്. പക്ഷേ ഈ ലാസ്റ്റ് 3 അടിച്ചപ്പോഴല്ലേ ഒരു പ്രത്യേക എനർജി കയറി വന്നുട്ടാ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് അറിയുള്ളൂ. നമുക്ക് വേണ്ടി ഇതാ സൂര്യൻ ഇരുണ്ടൂട്ടാ. അപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോ മുമ്പിൽ വേറൊരു കൺസ്ട്രക്ഷൻ. അവരുടെ വാസ്തു അല്ലെങ്കിൽ അവരുടെ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞ ആർക്കിടെക്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലെവലാണ് കേട്ടോ. ഇവൻ നടക്കണണ്ട 2 കൈ ചേർത്ത് വെച്ചിട്ട് എന്നെ നടത്ത കാണാൻ വേറെ രസം കേട്ടാ. കൈ ആട്ടണില്ല കേട്ടോ. ഇങ്ങനെ വെച്ച് നടക്കണാണ്. നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് തിരികെടാ. ഒക്കെ ഈ പറഞ്ഞ പോലെ ഓരോ ഗ്യാപ്പ് കറക്റ്റ് ഇങ്ങനെ സ്ക്വയർ കേട്ടോ. ഷോ ആണ്ടാ അക്കോടിക്കണ തിരിഞ്ഞ് പോട്ടാ. അത് ഭയങ്കര സംഭവം കേട്ടോ. ശരിക്കും ഈ വേൾഡ് വണ്ടർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്കും സിമ്പിൾ കേസാണ്. പക്ഷെ സിമ്പിൾ കേസല്ല കേട്ടോ. വളരെ പ്രശ്നമുള്ള കേസാണ്. നമ്മളിപ്പോൾ എന്താ പറയുക പുതിയ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് എന്ത് ടെക്നോളജി വെച്ചിട്ട് നമുക്കെല്ലാം ഉണ്ടാക്കാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു കാലഘട്ടം BC 700 എന്നൊക്കെ പറയുമ്പോൾ തിരികെട്ടോ കയറുന്നത് മുഴങ്ങണ ചെയ്യണട്ടാ. BC 700 ഈ സിസ്റ്റം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ തല ആലോചിക്കുക. ആ ഒരു ചിന്താഗതി ആലോചിക്കുക. അതിന് ഈ പറഞ്ഞ നമ്മൾ അത് കളിക്കട്ടാ. ഇങ്കളുടെയും അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഒരു മായൻസിൻ്റെ ഒക്കെ പ്രത്യേകതകൾ നമ്മൾ ശരിക്കും എടുത്ത് കാണിക്കട്ടോ. അടിപൊളി. പിന്നെ ഈ പറഞ്ഞ പോലെ കൊളോസിയത്തിലൊക്കെ അന്ന് കാലത്ത് 2000 BC 2000 പരിപാടികൾ നടക്കുന്ന സമയത്തൊക്കെ ഉള്ള അവസ്ഥ ചിന്തിക്കാൻ പറ്റില്ല. താങ്ക് യു പറഞ്ഞ് ചെയ്യിപ്പിക്കാനേട്ടാ. അടിപൊളി വേറെ ലെവല. അതിന്റെ മുകളിൽ നിന്ന് ആ കുരുതി നടക്കുന്ന സ്ഥലമായിട്ടാ. അത് കണ്ട അത് ബലി കൊടുക്കുന്ന സ്ഥലമാണ് ആ മോൾ ഭാഗത്താ. അതിന്റെ മുകളിലാണ് ബലി കൊടുത്ത് ശവം ഇങ്ങോട്ട് അടിയിലേക്ക് അറിയണത്. ഇവിടേക്ക് ശവം അടിയിലേക്ക് അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു പ്രത്യേക ക്രൈസ് ആയിരുന്നു കേട്ടോ. പറഞ്ഞിട്ട് എല്ലാവരും വിശ്വാസം അതായിരുന്നേ. എന്തൊരു ചെയ്യാ. ഈ ഭിത്തികള് പണിതിരിക്കണം നിങ്ങൾക്ക് കാണാം. ഒരു സിമെന്റോ അല്ലെങ്കിൽ അതിന്റെ ഗ്യാപ്പിൽ ഒരു സാധനം ഇല്ല കേട്ടോ. അതിന് മുകളിൽ എത്തുമ്പോൾ എന്തെങ്കിലും കല്ല് വെച്ചിട്ടുണ്ടല്ലാണ്ട് അതിന് മെയിൻ്റെനൻസിന് വേണ്ടി വെച്ചിട്ടുള്ളതെന്നുണ്ടോ. ഇതൊക്കെ ലൈം സ്റ്റോൺ കറക്റ്റ് അളവിൽ ഇങ്ങനെ വെട്ടി വെച്ചിരിക്കുക കേട്ടോ. ഇതിനൊരു മറ്റേ കോൺക്രീറ്റ് സംഭവങ്ങളൊന്നും കാണാൻ പറ്റില്ല നമുക്ക്. പടമരല്ല കേട്ടോ. കൊത്തുപണികൾ കണ്ടാ മൈൻസിന്റെ. നമ്മൾ ചരിത്രം കുറച്ചൊക്കെ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ചരിത്രത്തെ പറ്റി കുറച്ച് കേൾക്കാൻ അല്ലെങ്കിൽ അറിയാനൊക്കെ ആഗ്രഹമുള്ള
ആൾക്കാരും ഇതൊക്കെ വന്ന് കണ്ടിട്ടൊരു എനർജി നമുക്ക് കിട്ടുള്ളൂ. അന്ന് കാലത്തെ കാര്യങ്ങൾ, പണ്ട് കാലത്തെ ആൾക്കാർ ഉപയോഗിച്ച മെമ്മറി പവർ, മെൻ്റൽ പവർ, അവരുടെ കൾച്ചറൊക്കെ നമ്മൾ ഒരു ഹിസ്റ്ററി ഇഷ്ടമുള്ള ആൾക്കാർ വേണം. നമ്മളിപ്പോൾ ന്യൂജൻ ടീമുകളൊക്കെ വന്ന് യോ അടിച്ചു വന്നിട്ട് നമ്മൾ ഈ പരിപാടി കാണാൻ വന്നിട്ട് യാതൊരു കാര്യമില്ല, ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളിതിനെ പറ്റി പഠിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ അത്ഭുതം നോക്കി നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുള്ളൂ. അത് ഓരോ വേൾഡ് വണ്ടർ നമ്മൾ നേരിട്ട് നിന്ന് കാണുമ്പോൾ അത് ഞാൻ ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലി മാച്ചു പിച്ചു അടിച്ചപ്പോഴായാലും, ക്രൈസ്റ്റ് റെഡിമേഡ് അടിച്ചപ്പോഴായാലും, കൊളോസി അടിച്ചപ്പോഴായാലും, താജ്മഹൽ അടിച്ചപ്പോഴായാലും. താജ്മഹൽ വേറൊരു വണ്ടറിലേക്ക് എൻ്റെ കൂട്ടി കൊണ്ടുപോയി. ആദ്യത്തെ വണ്ടറാണ് എന്നെ ഞാൻ കണ്ട ആദ്യത്തെ വണ്ടറുണ്ട് താജ്മഹൽ. അപ്പോൾ ഈ ഓരോ വണ്ടർ അടിച്ചപ്പോഴായാലും എന്താ പറയുക, ചരിത്രാന്വേഷകൻ. നമ്മൾ ചെറുപ്പത്തിൽ നാട്ടിൽ തെണ്ടി തിരിഞ്ഞാൽ നമുക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ അറിവുകളൊന്നും ഉണ്ടാകുന്നില്ല. അത് ഞാൻ തുറന്നു പറയാൻ എപ്പോഴും തയ്യാറാണ്. നമ്മളിങ്ങനെ ലോകം കാണാൻ പോയി, അല്ലെങ്കിൽ ഓരോ അത്ഭുതങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ അതിനെപ്പറ്റി പഠിക്കണം എന്ന് തോന്നി, അതിനെപ്പറ്റി അറിയണം എന്ന് തോന്നി. അപ്പോഴൊക്കെയാണ് ശരിക്കും നമ്മൾ കൂടുതൽ എടുക്കണ, അല്ലെങ്കിൽ ആ ഒരു ഫീൽ, ആ ഒരു എനർജി നമുക്ക് കിട്ടണം കേട്ടോ. അൺബിലീവബിൾ. അങ്ങനെ മഴയത്ത് മുങ്ങി നിൽക്കണ ചിച്ചിൻ ഹിൽസിനെ നമുക്ക് കാണാൻ പറ്റിട്ടാ. അടിപൊളി. ഇവിടെ നോക്കിയാൽ രാജാക്കന്മാരെ, പണ്ടത്തെ പടയാളികളിലൊക്കെ പടങ്ങൾ കണ്ട, മുഖം കണ്ട. ഓരോ കല്ലുമ്പോൾ ഓരോ കഥ പറയണമെന്നുകൊണ്ടിട്ടാ. എനിക്ക് തോന്നുന്നത് ഒരു രണ്ടാമത് റീമേക്ക് ചെയ്തതുകൊണ്ട് ഈ സാധനങ്ങൾ. അത് കാരണം നമുക്ക് അങ്ങോട്ടൊന്നും മനസ്സിലാവാത്ത ഇതണ്ട പടയാളികളുടെ മുഖം കണ്ട. ഈ മുഖം വെച്ചിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ഓരോരുത്തർ മുഖം ശരിക്കും ഡിറ്റോണ് കേട്ടോ. ശരിക്കും അവർ ശരിക്കും ഇതിനെ പറ്റി പഠിച്ച ആ കോസ്റ്റ്യൂമൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാർ ആ സിനിമോട്ടോഗ്രാഫി അല്ലെങ്കിൽ അവരാ മേക്ക് ചെയ്യണതൊക്കെ ഉണ്ടല്ലോ. എടുത്ത് പറയാൻ സംഭവം കേട്ടോ. അതിന് മുകളിലൊക്കെ ഓരോ പടം വരകളും കൊത്തുപണികളൊക്കെ കാണാം നമുക്ക്. അങ്ങനെ ആ മായാലോകം ട്രാവൽസ് ഫാമിലിയുടെ 5ാമത്തെ ലോകാത്ഭുതം കണ്ട് നമ്മളത് തിരിക്കാട്ടോ. നമ്മുടെ സമയമായി. നമുക്ക് 1.5 മണിക്കൂർ സമയമാണ് ഇവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കമ്പനി തന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ചിച്ചിൻ ഹിൽസിന്റെ മുമ്പിൽ, നമ്മൾ ക്രൈസ്റ്റ് റെഡിമേഡ് മുമ്പിൽ വെച്ച് അവസാനിപ്പിച്ച പോലെ തന്നെ ചിച്ചിൻ ഹിൽസിന്റെ മുമ്പിൽ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുന്നു. ബായ് ബായ്. ഞങ്ങൾ ടീമായിട്ട്, ഞങ്ങൾ 3 പേരായിരുന്നു ടീം. അപ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വേൾഡ് വണ്ടർ കാഴ്ചകളിലേക്ക് നമുക്ക് എടുക്കാം. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്തോളൂ. എന്നോട് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോളൂ കേട്ടോ. ട്രാവലിസ്റ്റാ.